ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മൂത്ത മോൻ പോയി സ്കൂളിൽ വിട്ടു. വേണ്ട ഇളയാണ് ഇന്ന് രാവിലെ എണ്ണിച്ച് പല്ല് തേക്കുന്നു. എന്തേക്ക് പല്ലി തേക്കുക. ഞാനും പല്ല് തേച്ചില്ല. അവനെ വിട്ട് ചപ്പാത്തി കൊടുത്തുവിട്ടെ. പല്ല് തേക്കാനുണ്ട്. പെട്ടെന്ന് പല്ല് തേക്കാം. അങ്ങനെ രാത്രി മൊത്തവും മരിയായിരുന്നു. ഇടയിരുന്നു ആളിങ്ങി ഇങ്ങനെ കിടക്കുക. അങ്ങനെ മോനും ഞാനും ഹാളിലാണ് കിടക്കുന്നത്. അപ്പം അമ്മത്തെ എടുത്ത് വെച്ചില്ല, അതെടുത്ത് വയ്ക്കാൻ പോവാം കേട്ടോ. ഞാൻ കാണിക്കാം. വെസ്റ്റേൺ ഫോറസ്റ്റായി പിടിച്ചെടുത്തത്. എന്നാൽ പിന്നീട് കണ്ടിട്ടുള്ള കുടുംബം കേസിൽ പോയി. ആ കേസിൽ അനുകൂല വിധിയുണ്ടായി. എന്നാൽ അതിനുശേഷം വനംവകുപ്പ് വ്യാജമായ രേഖകൾ ചമച്ചാണ് ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കേസും വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടായി. വനംവകുപ്പ് കൃത്രിമമായി വ്യാജമായി ചമച്ച രേഖകളിൽ നിന്നാണ് ഇവരെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. 2008 കനത്ത പോലീസ് കാവലിലാണ് ഇവരെ ഈ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ഇതാണ് കാഞ്ഞിരത്തറ ജെയിംസ് ചേട്ടൻ ഈ അകത്തിരിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ ജെയിംസ്. അങ്ങനെ മുട്ട പൊഴിക്കാൻ വെക്കാൻ പോവാണ്. രാവിലെ മുട്ടയായിരിക്കും രണ്ടെണ്ണം കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുടിക്കും. ചിലപ്പോൾ ഒന്നും രാവിലെ അത് രണ്ടുമായിരിക്കും ചിലപ്പം കഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കുന്നത്. അങ്ങനെ കുഞ്ഞിലാണ് ചോറാണ് കഴിക്കുന്നത്. അവന് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ആൾക്ക് ചോറാണ് കൊടുക്കുന്നത്. കാരണം അവനെ അംഗൻവാടി വിടണമല്ലോ. അതുകൊണ്ട് അവന് ചോറ് കൊടുത്തിട്ടാണ് ഞാൻ വിടുന്നത്. കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. ചോറ് കൊടുത്തിട്ടില്ല, കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. പിന്നെ അവിടെ ചെന്ന് വല്ലതൊക്കെ കഴിക്കും. ഇവിടുന്ന് ഏതായാലും ഞാൻ കഴിപ്പിച്ചിട്ടൊക്കെ വിടുന്നത്. അവനുള്ള ചോറാണ്. ഇന്നലെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും ശാലും തൈരും ഉണ്ട്. അതും കൂട്ടി കൊടുത്താൽ മതി. ഭയങ്കര ഇഷ്ടമാണ്. മുട്ടപ്പൊടികൾ ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. മറന്നില്ലെങ്കിൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് ഓടിപ്പോയി ചെന്നായിരിക്കും ഓഫ് ചെയ്യുന്നത്. രാവിലെ ടി വി കണ്ടോണ്ട് അച്ഛൻ ചോറ് കഴിക്കാതിരിക്കത്തിക്ക്. അന്നേരം മുട്ട തിളച്ച് ഞാനതങ്ങ് ഓഫ് ചെയ്തേക്കട്ടെ. കൂടുതൽ തിളച്ച് കഴിക്കണം, ഓവർ ഹീറ്റ് ആക്കണം നമുക്ക്. അങ്ങനെ അടുത്ത മഴക്കോള് കയറാം. നല്ലോണം ഇരുട്ടിയിട്ടുണ്ട്.